ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ആൻഡ് കുക്കീസ്. അപ്പോൾ നമുക്കിന്ന് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് ഒരു ഇറേസറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കഴിഞ്ഞ ലിപ്സ്റ്റിക്കിൻ്റെ ഡപ്പയാണ് എടുത്തത്. ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ തോണ്ടി അത് കഴിയിപ്പിച്ചു. പിന്നെ അത് കഴുകിയെടുക്കാൻ നല്ല പണിയാണ്. ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കഴുകിയത്. പിന്നെ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ ഒരു ചപ്പ റബ്ബർ. ആ ചപ്പ റബ്ബറിനെ നമ്മൾ വെട്ടി വെട്ടി ഇതേപോലെ ഒരു നീളത്തിലുള്ള സംഭവം റബ്ബറാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ക്യൂട്ടാക്കി എടുക്കാനായിട്ട് അതിൻ്റെ ബോട്ടിൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ആൻഡ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഉള്ളിൽ ഞാൻ മറ്റേ ഫസ്റ്റ് ഇങ്ങനെ ഉള്ളിൽ കയറ്റുന്ന ഭാഗമുണ്ടല്ലോ, റബ്ബർ വെക്കുന്നതിൽ ഞാൻ പ്ലെയിൻ കളറും മൂടിയിൽ ഞാൻ കുറച്ച് ഡോട്ട്സാണ് ഇട്ട് കൊടുത്തത്. പക്ഷെ അത് മൂടി വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് ഭയങ്കര വർക്കിംഗ് ആണ്. ഇതിലൊരു 5 ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ? നിങ്ങൾ തന്നെ പറ. പിന്നെ ഞാൻ ഇതിൽ 5 എണ്ണം റബ്ബർ, കട്ടർ, സ്കെയില്, പെൻസില്, പെന്ന്, ഇത്രയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെല്ലാം ഞാൻ ഇതേപോലെ വൈറ്റും പിങ്കും കളർ തീമിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ആ റബ്ബർ മുറിക്കുന്ന അവിടെ മാത്രമാണ് കുറച്ച് പണിയുള്ളത്. നെക്സ്റ്റ് കട്ടർ ഉണ്ടാക്കാം. കട്ടർ ഉണ്ടാക്കാൻ ഞാനൊരു തീപ്പെട്ടിയുടെ പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അത് എടുത്തിട്ട് വന്നു. നമുക്കത് ജസ്റ്റ് ഇങ്ങനെ കട്ടർ മുറിക്കുന്ന ആ പെൻസിൽ കയറ്റുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒട്ടിക്കാം. അതിൽ തീപ്പെട്ടിയുടെ പെട്ടിയിൽ നമ്മുടെ കട്ടർ ഒട്ടിക്കാം. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒരേ കളർ തീമിലാണ് ഞാൻ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതേപോലെ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് കുറേ പേര് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ചെയ്ത ആ റബ്ബർ തന്നെയാണ് കേട്ടോ. ആ റബ്ബർ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് പെൻസിലാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ പെൻസിലൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിങ്ക് അടിച്ചു. പിന്നെ ഓരോ ലൈനിൽ നമ്മുടെ അപ്സരയുടെയൊക്കെ ആ ഒരു ഇതില്ലേ, അതേപോലെ തന്നെയാണ് ഒരു ലൈനിൽ പിങ്ക് ഒരു ലൈനിൽ വൈറ്റ് വരുന്ന രീതിയിൽ അടിച്ചെടുത്തു. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് സ്കെയിൽ ഉണ്ടാക്കാം. സ്കെയിൽ ഉണ്ടാക്കാനും സിമ്പിളാണ്. പിന്നെ എൻ്റെ ചെറുതായിട്ട് 15 സെൻറ്റിമീറ്റർ മാറി 18 സെൻറ്റിമീറ്റർ ആയെന്നേ ഉള്ളൂ. അല്ലാത്ത വലിയ പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ മറ്റേ ലൈൻസ് വരയ്ക്കുമ്പോൾ നോക്കി വരച്ചാൽ മതി. ഞാൻ കറക്റ്റ് അളവിലല്ല വരച്ചത്, അതാണ് സംഭവം. പിന്നെ ഞാൻ അതെ, എൻ്റെ കയ്യിലുള്ള ബ്രഷ് പെന്നില്ലേ, നല്ല ഡാർക്ക് കളറാണ്. അപ്പോൾ അത് ലൈറ്റ് ആക്കാനായിട്ട് ഞാൻ ഈ ഒരു ട്രിക്കാണ് യൂസ് ചെയ്യുക. നമ്മുടെ ബ്രഷ് പെൻസിൽ വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അടിച്ചാൽ മതി. ഒരു ബ്രഷ് യൂസ് ചെയ്ത് അടിച്ചാൽ മതി. അപ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഡാർക്കും ലൈറ്റും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒരെണ്ണം ഡാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് ലൈറ്റ് ആക്കിയിട്ടും യൂസ് ചെയ്യുക, ഡാർക്ക് ആക്കിയിട്ടും യൂസ് ചെയ്യുക. അത് കാരണമാണ് ഞാൻ ഡാർക്ക് കളറായിട്ടുള്ളത് വാങ്ങിച്ചത്. നെക്സ്റ്റ് വെട്ടി പിന്നെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു. സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതെങ്ങനെ ഒട്ടിക്കുമെന്ന് എനിക്കൊരു പിടി കിട്ടിയില്ല. അത് കാരണം ഞാൻ സെല്ലോ ടേപ്പാണ് ബാക്കിലും ഫ്രണ്ടിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഇതും പക്കാ വർക്കിംഗ് ആണ്. നെക്സ്റ്റ് ലാസ്റ്റായിട്ട് പെന്നുണ്ടാക്കാം. പെന്നുണ്ടാക്കാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ പെന്നായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് വൈറ്റ്നറിലാണെന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.